അസാധാരണമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെയുള്ള ഈ ആകർഷകമായ യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു പ്രഗത്ഭനായ സംഭകന്റെയും എഴുത്തുകാരന്റെയും നിക്ഷേപകന്റെയും മനുഷ്യസ്നേഹിയുടെയും കഥയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. ഇന്ത്യൻ ബിസിനസ് രംഗത്ത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ്. പുതുമയുടെയും മികവിന്റെയും പര്യായമായ വിഗാർഡ് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ച ദീർഘവീക്ഷണമുള്ള നേതാവ്. എണ്ണമറ്റ കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ഒരു ശൃംഖലയുടെ പിന്നിലെ സർഗാത്മക ശക്തിയും അദ്ദേഹം തന്നെയാണ്. എന്നാൽ ലോകത്തെ സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വേറിട്ടു നിർത്തുന്നത്. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനിലൂടെ ഒരു മികച്ച സ്ഥലം. കൊച്ചൗസെഫ് തോമസ് ചിറ്റിലപ്പിള്ളിയുടെ ശ്രദ്ധേയമായ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാകൂ. കൊച്ചൗസെഫ് ചിറ്റിലപ്പിള്ളി സമൂഹത്തിന് നൽകിയ സുപ്രധാന സംഭാവനകൾക്ക് വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ അഭിമാനകരമായ രാഷ്ട്രീയ സമ്മാൻ അവാർഡ് നൽകി ആദരിച്ചു. 2011 മലയാള മനോരമ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെയും തെളിവാണ്. ചിറ്റിലപ്പിള്ളിയുടെ വക്താവ് തെരുവ് നായ വിമുക്ത പ്രസ്ഥാനത്തിലേക്ക് വ്യാപിക്കുന്നു. അവിടെ അദ്ദേഹം തന്റെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ തെരുവ് നായ്ക്കൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള സർക്കാർ ഇടപെടലിനെ ആവേശപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്നു. തെരുവ് നായ്ക്കളുടെ ദയാവധം നിരോധിക്കുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക ഉയർത്തുന്നത് ശ്രദ്ധേയമാണ്. 2023 ജനുവരി വരെ ചിറ്റിലപ്പിള്ളി ഒരു ഉപദേശക ശേഷിയിൽ 2020 പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ മേഖലകളിലെ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം 2022 കേരള സർക്കാർ നൽകുന്ന അഭിമാനകരമായ സിവിലിയൻ ബഹുമതിയായ കേരളശ്രീ അവാർഡിൽ കലാശിച്ചു. കൊച്ചൗസെഫ് ചിറ്റിലപ്പിള്ളിയുടെ യാത്ര 1950 കേരളത്തിലെ തൃശൂരിന്റെ പ്രാന്തപ്രദേശമായ പറപ്പൂരിൽ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യാത്ര ഒരു പ്രാദേശിക പള്ളി സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. ഒടുവിൽ സെന്റ് നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1970 തോമസ് കോളേജ്, തൃശൂർ. 1973 വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിലും എമർജൻസി ലാമ്പുകളിലും വൈദഗ്ധ്യം നേടിയ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ടെലിക്സ് എന്ന ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ചേർന്നതോടെയാണ് ചിറ്റിലപ്പിള്ളിയുടെ പ്രൊഫഷണൽ യാത്രയ്ക്ക് രൂപം നൽകിയത്. 3 വർഷത്തെ സൂപ്പർവൈസറായ അദ്ദേഹം തന്റെ ആഗ്രഹങ്ങളെ പരിപോഷിപ്പിച്ചു. 1977 കൊച്ചൗസെഫ് ചിറ്റിലപ്പിള്ളി വിഗാർഡ് ഇൻഡസ്ട്രീസിന്റെ വിത്ത് പാകി. തുടക്കത്തിൽ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മിതമായ സംഭം. 1,00,000 രൂപ പ്രാരംഭ മൂലധനത്തിൽ കമ്പനി പറന്നുയർന്നു. തൃശൂരിൽ വെറും 2 ജീവനക്കാരുമായി ആരംഭിച്ച വിഗാർഡ് ഇൻഡസ്ട്രീസ് പിന്നീട് സ്റ്റെബിലൈസറുകൾക്കായുള്ള ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായി പരിണമിച്ചു. പമ്പുകളും മോട്ടോറുകളും, ഇലക്ട്രിക്, സോളാർ വാട്ടർ ഹീറ്ററുകൾ, വയറിംഗ് കേബിളുകൾ, UPS, സീലിംഗ് ഫാനുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിന്റെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വിപുലീകരിച്ചു. രാജ്യത്ത് വ്യാപിച്ചുകിടക്കുന്ന 500 വിതരണക്കാർ, 3000 ഡീലർമാർ, 20,000 റീറ്റെയിലർമാർ, സേവന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. UPS വിഭാഗത്തിൽ 20%, പമ്പുകളിൽ 15%, വാട്ടർ ഹീറ്ററുകളിൽ 12%, വയറിംഗ് കേബിളുകളിൽ 7% എന്നിങ്ങനെ ഗണ്യമായ ഇന്ത്യൻ വിപണി വിഹിതമുള്ള വിഗാർഡ് ഇൻഡസ്ട്രീസ് സംഭവത്വ വിജയത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. 1980കളിൽ തൊഴിലാളി സമരത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ടി വന്ന വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ ചിറ്റിലപ്പിള്ളിയുടെ നൂതന മനോഭാവം തിളങ്ങി. മൊത്തത്തിലുള്ള ഉൽപ്പന്ന ഔട്ട്സോഴ്സിംഗും കർശനമായ ഇൻഹൌസ് ഗുണനിലവാര നിയന്ത്രണവും സംയോജിപ്പിക്കുന്ന ഒരു ബിസിനസ് മോഡൽ അദ്ദേഹം സമർത്ഥമായി രൂപപ്പെടുത്തി. തന്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് 2000 കേരളത്തിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കായ വീഗാലാൻഡിന് അദ്ദേഹം തുടക്കമിട്ടു. ഈ നേട്ടം ബംഗളൂരുവിൽ വണ്ടർല സ്ഥാപിക്കുന്നതിലൂടെ ഒരു വലിയ തോതിലുള്ള ശ്രമത്തിന് തുടക്കമായി. വീഗാലാൻഡിനെ വണ്ടർല കൊച്ചി എന്ന് പുനർനാമകരണം ചെയ്തത് അതിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. മറ്റൊരു സംഭവത്തിൽ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചിയിൽ റെഡി ടു ഓക്യുപൈ ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും നിർമ്മാണത്തിലേക്ക് നീങ്ങി. ചിറ്റിലപ്പിള്ളിയുടെ വ്യക്തിജീവിതം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ നേട്ടങ്ങളുമായി ഇഴചേർന്നതാണ്. വിസ്റ്റാർ ക്രിയേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഭാര്യ ഷീലയുമായി അദ്ദേഹം തന്റെ ജീവിതയാത്ര പങ്കിടുന്നു. ദമ്പതികൾക്ക് 2 ആൺമക്കൾ ഉണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക് ബിസിനസ് വണ്ടർലയുടെ മേൽനോട്ടം വഹിക്കുന്ന അരുൺ ചിറ്റിലപ്പിള്ളി. വിഗാർഡ് ഇൻഡസ്ട്രീസിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ചിറ്റിലപ്പിള്ളി. തന്റെ ബിസിനസ് മിടുക്ക് കൂടാതെ ചിറ്റിലപ്പിള്ളി ഒരു മികച്ച എഴുത്തുകാരനാണ്.
2005 അദ്ദേഹം തന്റെ ആദ്യ പുസ്തകമായ പ്രാക്ടിക്കൽ വിസ്ഡം എഴുതി തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രായോഗിക മാനേജ്മെന്റ് ഉൾക്കാഴ്ചകൾ നൽകി. ഈ പ്രസിദ്ധീകരണത്തിനു ശേഷം 2 തുടർച്ചകൾ വന്നു: പ്രാക്ടിക്കൽ വിസ്ഡം 1 ഇൻ റിയൽ ലൈഫും മാനേജ്മെന്റും 2010, പ്രാക്ടിക്കൽ വിസ്ഡം 2 ഇൻ റിയൽ ലൈഫും മാനേജ്മെന്റും 2012. ഈ പരമ്പരയ്ക്കിടയിൽ അദ്ദേഹം തന്റെ ആത്മകഥയായ ഓർമ്മക്കിളിവാതിൽ ഡൗൺ മെമ്മറി ലെയിൻ 2011 രചിച്ചു. അതിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി. പത്മനാഭന്റെ മുഖവുരയുണ്ട്. കൊച്ചൗസ് എഫ് തോമസ് ചിറ്റിലപ്പിള്ളിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൂടെയാണ്. കൊച്ചിയിലെ കാക്കനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫൗണ്ടേഷൻ വീടും വൈദ്യസഹായവും ആവശ്യമുള്ള പ്രായമായ വ്യക്തികളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റൊരു ചാരിറ്റബിൾ സംഘമായ തോമസ് ചിറ്റിലപ്പിള്ളി ട്രസ്റ്റിന്റെ മേൽനോട്ടം വഹിക്കുന്നു. ഇത് നിരാലംബരായ കുട്ടികൾക്കായി ഒരു വീട് കൈകാര്യം ചെയ്യുന്നു, അവർക്ക് പാർപ്പിടം, വിദ്യാഭ്യാസം, ഉപജീവനം എന്നിവ നൽകുന്നു. തൃശൂരിലെ കോലഴിയിൽ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക കന്യാസ്ത്രീകളുടെ പ്രവിശ്യയായ നിർമ്മല പ്രൊവിൻസിന്റെ സിസ്റ്റേഴ്സ് ആണ് ഈ 2 ശ്രമങ്ങളും നിയന്ത്രിക്കുന്നത്. കെ. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ അവയവദാന ബോധവത്കരണത്തിന് സംഭാവന നൽകുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായി അവയവദാന അവാർഡ് ഏർപ്പെടുത്തി. ശ്രദ്ധേയമായി, ഈ അവാർഡ് സ്വമേധയാ ഉള്ള അവയവദാനങ്ങളെയും അവരുടെ മരണപ്പെട്ട ബന്ധുക്കളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന കുടുംബങ്ങളെയും അംഗീകരിക്കുന്നു. പ്രതിവർഷം 1 രൂപ ലക്ഷം മുതൽ 5 രൂപ ലക്ഷം വരെ ക്യാഷ് റിവാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നു. ചിറ്റിലപ്പിള്ളിയുടെ ദൈന്യത 2011 നിസ്വാർത്ഥമായി തന്റെ വൃക്കകളിലൊന്ന് അപരിചിതർക്ക് ദാനം ചെയ്ത് ഒരു വൃക്ക ദാതാക്കളുടെ ശൃംഖലയ്ക്ക് കാരണമായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, എന്റെ വീട് പദ്ധതി എന്നിവ മാനവികതയോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് അടിവരയിടുന്നു. മാതൃഭൂമിയുടെ പങ്കാളിത്തത്തോടെ ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനും ആത്യന്തികമായി അർഹരായ 1000 കുടുംബങ്ങൾക്ക് വീട് നൽകാനുമാണ് അവസാന സംഘം ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ, കൊച്ചൗസ് തോമസ് ചിറ്റിലപ്പിള്ളിയുടെ ജീവിതം സംരംഭകത്വത്തിന്റെയും അനുകമ്പയുടെയും അഭിഭാഷകത്വത്തിന്റെയും ഒരു രേഖയായി വികസിക്കുന്നു. ബിസിനസ്, സമൂഹം, ആവശ്യമുള്ള വ്യക്തികളുടെ ക്ഷേമം എന്നിവയിൽ അദ്ദേഹത്തിന്റെ അഗാധമായ സ്വാധീനം പ്രകാശിപ്പിക്കുന്നു. കണ്ടതിനു നന്ദി. ഞങ്ങളുടെ ഉള്ളടക്കം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ വാഴുന്നോർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ടതില്ല.